ഇല്ലേ വിളിക്കാരെ വെറുതെ പേടിപ്പിക്കൊന്നും വേണ്ട. മെതിക്കളത്തിൽ ലക്ഷ്യപ്രദമുണ്ടെന്ന് അറിയാം. പക്ഷേ ഞാൻ എന്റെ ദൈവമേ, പ്രേതമിങ്ങോ! അന്തിപ്പൊൻവട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിൽ മാണിച്ചക്കപ്പ് അല്ല മാണിക്കക്കപ്പ്. എന്നെ ഒന്നും പേടിപ്പിക്കണ്ട കേട്ടാ. നെല്ല് കൊണ്ടുപോകുന്ന ആരാന്നാ മുതലാളി നോക്കുന്നത്, ഞാനാന്ന് ആർക്കും അറിയത്തില്ല. അയ്യോ ആശാനെ, എന്നെ പ്രേതം പിടിച്ച് ഓടിവായോ. അയ്യോ എന്നെ കൊല്ലുന്നേ. ഇത് ആരാടാ? മുതലാളിയോ? നെല്ല് കളവ് പോകാനോ പിടിക്കാൻ വേണ്ടിയേ ഈ വേഷം കെട്ടി ഇവിടെ നിന്നതാടാ. ആശാനെ, ഓ മെതിക്കണം മെതിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇപ്പഴാ ഇത് ശരിക്കും ഒരു മെതിക്കണം ആയത്. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes ഫൺ സ്റ്റാർ. സ്പെഷ്യൽ വിഭവങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, കാത്തിരുന്ന് കണ്ടോളൂ. ടീം സ്ഫടികത്തിന്റെ തൊഴിൽ റൗണ്ടാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാം. നന്ദു അടൂർ. നന്ദു 2 വേഷങ്ങൾ ചെയ്തു അല്ലേ? നന്നായി. രാഹുൽ കാഞ്ഞിരപ്പള്ളി. രാഹുൽ. ശ്രീകുമാർ രാമപുരം. ആകാശ്. മനു കായംകുളം. സ്മിത. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്തവരെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ടീം സ്ഫടികം ശരിക്കും ആ ഒരു വയലിൻ്റെ ഫ്ലക്സും കുറേ ഇങ്ങനെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഒരു നാട്ടുമ്പുറത്ത് ചെന്ന ഒരു ഫീല് നമുക്ക് തോന്നി. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് അഭിപ്രായങ്ങൾ ജഡ്ജസിനോട് ചോദിക്കാം. നാഷിക. പ്രശാന്തേ, നല്ല ഒരു സിനിമ കാണും പോലെ നിങ്ങൾ കുറേ നല്ല വിഷ്വൽസ് തന്നിട്ടുണ്ട്, നന്നായിരുന്നു. പക്ഷെ എനിക്കതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സ്കിറ്റ് കണ്ടതിനേക്കാൾ ഒരു ഡ്രാമ കണ്ട എഫക്റ്റാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് കാരണം നിങ്ങളുടെ പ്ലേ ആരുടെ മോശമല്ല, നിങ്ങളുടെ സെറ്റിങ്സ് മോശമല്ല, നിങ്ങൾക്ക് വേണ്ടി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ രംഗപടങ്ങൾ അതും മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പം ആർട്ട്, നിങ്ങളുടെ അഭിനയം ഇതെല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ ഇതിൽ ഉണ്ടാകാതിരുന്നത് കോമഡി മാത്രമാണ്. നമ്മൾ ഒരു സെക്കൻഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു നല്ല നാടക മത്സരമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയേനെ. ഇതൊരു കോമഡി മത്സരമായതിൻ്റെ പേരിലുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എല്ലാവരും കൃത്യ സമയത്ത് ടൈമിംഗ് ഉണ്ടായിരുന്നു, ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ നല്ല ഒരു മൂഡുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ആർട്ടിസ്റ്റ് വൈസ് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങളെല്ലാവരും എങ്കെയോ എവിടെയോ കിടക്കുന്ന ആൾക്കാർ. നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ വരുന്നത്. അല്ല, പ്രതീക്ഷിക്കുന്നത് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് കോമഡി, അത് മാത്രമേ കുഴപ്പമില്ല. താങ്ക് യു. പൊന്നൂസ്. സ്ഫടികം ചേച്ചി നല്ല ഒരു എന്താ പറയുക, ഞാനൊരു നാടകം കണ്ട പോലെയുള്ള, ഞാനങ്ങനെ നോക്കിയിരിക്കുകയാണ്. സെറ്റ് ഓരോന്ന് കഴിയുമ്പോൾ 2 മാറിയല്ലോ. ആദ്യം വയൽ, പിന്നെ വേറൊരു ഘട്ടം വന്നു. അത് കണ്ടപ്പം ഞാനും നിങ്ങളുടെ പിന്നെ പ്രോഗ്രാം കാണിട്ട് ഞാൻ നാടകത്തിലോട്ട് കുറച്ചൊന്നും എൻ്റെ മനസ്സ് അങ്ങോട്ടൊന്ന് പോയി. സ്റ്റേജും മൊത്തം നാടകത്തിൻ്റെ ഒരു മൂഡ് എനിക്ക് നിങ്ങൾക്കുണ്ടായി. പിന്നെ ഒന്ന് വെച്ചാൽ കോമഡി തീരെ കുറവായിരുന്നു. അപ്പോൾ ഇനിയുള്ള അടുത്ത സ്കിറ്റുകളൊക്കെ മനോഹരമായി വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പ്രസാദ് കേട്ടോ. പ്രശാന്തമാരെ, എന്തോ പ്രശാന്ത് തിരുവല്ലയും പ്രശാന്ത് ആറന്മുളയും എല്ലാവരും ഉണ്ട്.
നിങ്ങളുടെ മനസ്സിനകത്ത് സിനിമയാണ്. നിങ്ങളൊരു സിനിമാറ്റിക് മൂഡാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നാടകം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത് സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് അല്ല, സ്കിറ്റിൻ്റെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ സ്കിറ്റ്. രണ്ടും അജഗജാന്തര വ്യത്യാസം. നിങ്ങളങ്ങ് ചാടിക്കടന്നങ്ങ് മുകളിലോട്ടങ്ങ് പോയി. ഇവിടെ കുറേ കൗണ്ടറുകളൊക്കെ കയറ്റേണ്ടത്. നിങ്ങളെ സ്വപ്നം കാണുന്ന രംഗം, പഴയ കാലഘട്ടം കാണിച്ചത് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മെതി പഠിപ്പിക്കുന്നത് മറ്റേ പെൺകുട്ടിയെ ലൈൻ, അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ ക്ലൈമാക്സ് മനോഹരമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രംഗങ്ങൾ ഓരോന്ന് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയ ഒരു പുതിയ തലം, ഈ നമ്മൾ ജോലി ചെയ്യാൻ ആളില്ല എന്ന് പറയുമ്പോൾ സാധാരണ മിക്രിക്കാരെല്ലാം ഇപ്പോൾ കൊണ്ടുവരുന്നത് ബംഗാളീസിനെയാണ്. നിങ്ങളത് കൊണ്ടുവന്നില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമ്മുടെ മലയാളികൾ വന്നിട്ട് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞ ഒരു പാഠമാണിത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഗ്ലൗസ് വേണം, സോക്സ് വേണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സറ്റയറാണ്, നല്ല സറ്റയറാണ്. പക്ഷെ അത്തരം സറ്റയറൊക്കെ അങ്ങനെ മറ്റ് കുറേ കോമഡികൾ ഇല്ലാതെ വന്നപ്പോൾ നല്ല കുറേ കോമഡികൾ ഉണ്ടായിരുന്നതൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോയി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഹ്യൂമറാണ്. എന്നാലും ആകെ മൊത്തം കാണുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലത്തെ ഡയലോഗ് ആനച്ചന്തമുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. അടുത്തത് നമുക്ക് തകർക്കാം കേട്ടോ, ടൈം എടുത്ത് ചെയ്യണം. താങ്ക് യു പ്രസാദ് ഏട്ടാ. മാർക്സിലേക്ക് കിടക്കാം. നാഷിക മാർക്കിൻ്റെ കാര്യത്തിൽ 24. 24 on 30. പൊന്നൂസ് ഞാനും 30-ൽ 24. 24. പ്രസാദ് ഏട്ടാ 24. 24. ജഡ്ജസ് നൽകിയിരിക്കുന്ന ടോട്ടൽ 72 ആണ്. ഇനി 10-ൽ 7 മാർക്ക്, 79 on 100. എനിക്ക് തോന്നുന്നു കോമഡി ഒത്തിരി കുറഞ്ഞിട്ടും ഇത്രയെങ്കിലും മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായമുണ്ട്. ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്. ഇനി വിഷ്വൽ ട്രീറ്റിനോടൊപ്പം കുറച്ച് കോമഡി ട്രീറ്റ്മെൻറ്റ് കൂടി ഞങ്ങൾക്ക് തരൂ കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. ചുങ്ക ജ്വല്ലറി 5 minutes ഫൺ സ്റ്റാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ആ സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തി കൂടിയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്താണ്. നിരവധി സിനിമകളിലൂടെയും വേദികളിലൂടെയും പ്രോഗ്രാമിലൂടെയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലാകാരൻ. അതെ, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഹരിശ്രീ യൂസഫ്. അത് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. സാധാരണ സുബി വന്ന് എല്ലാ ആർട്ടിസ്റ്റിനെ കെട്ടിപ്പിടിക്കാറുണ്ട്. യൂസഫിനോട് മടി? അയ്യോ, അങ്ങനെ മടി കാണിച്ചല്ലോ വന്നേ. അല്ല, അത് വേണ്ട. അത് എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ കണ്ട പ്രശ്നം ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ട് പിന്നെ അല്ല, സുബിക്ക് വല്ല വിഷമമുണ്ടോ? ചെറിയൊരു വിഷമമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർക്ക് അറിയാം സുബി ആണ്, കുഴപ്പമില്ല. വേറെ ആരും ആവാതിരുന്നാ പിന്നെ നാദർഷനെ ഒന്നും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്ക്. എങ്ങനെ? അല്ല, ഇപ്പൊ വേറെ കാര്യമുണ്ട്. നാദർഷ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാണല്ലോ. അതെ, ചാൻസ് അടുത്തത് നെക്സ്റ്റ് വരികയാണല്ലോ. അതുകൊണ്ടാ വേണ്ടട്ടാ. അപ്പൊ പ്രസാദേട്ടാ നമസ്കാരം. നമസ്കാരം. പരമ ചേച്ചി, നാർഷിക, ഔദ്യോഗികമായിട്ട് 3 പേർക്കും നമസ്കാരം. അപ്പോൾ ഈ 5 minute ഫൺ സ്റ്റാറിൽ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഗംഭീരമായിട്ട് പോകുന്ന പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് വളരെ ഫോർമൽ ആയിട്ടൊന്നും വേണ്ട. നമ്മൾ എല്ലാവരും കുടുംബത്തിലെല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടിയിരിക്കുന്നു ഇന്ന്. അല്ലെ, സന്തോഷം അറിയിക്കണല്ലോ. എന്നിട്ട് അതെ ഈ 35 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുടുംബക്കാരനെ ഓർത്തത് അല്ല, ഒത്തുകൂടിയപ്പോൾ വിളിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങൾ വന്നപ്പോ തന്നെ സന്തോഷം. പ്രോഗ്രാമിന്റെ തിരക്കായിട്ട് നാട്ടിലൊക്കെ ഉണ്ടാവണ്ടേ യൂസുഫൊക്കെ? തിരക്കി നോക്കിയാ വീട്ടിൽ തന്നെയാണ്. ചുമ്മാ ഇയാളാ സുബിയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് ദുബായിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലണ്ടൻ അല്ലേ? സുബിയാണില്ലാത്ത, എന്നിട്ട് ഞാൻ വീട്ടിലിരിക്കണ എന്നാ തിരക്കില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തിരക്കൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. പറന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ നമ്മുടെ തട്ടകത്തിൽ വന്നിട്ടേ ഞാൻ പോവാറുള്ളൂ. ഇക്ക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കമുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇക്കനെ കണ്ടാ മതി ചിരി അങ്ങ് തുടങ്ങാനായിട്ട് എന്നൊരു അഭിപ്രായം ഉണ്ട്. അതെന്താ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്റെ മുഖമാണ്. മുഖം കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് മുഖം കണ്ടാ ചിരിക്കും ആൾക്കാർ, പക്ഷെ കോമഡി കണ്ടാ ചിരിക്കില്ല, മുഖം കണ്ടാ ചിരിക്കും. യൂസഫേ, അതല്ല, സാധാരണഗതിയിൽ ഇപ്പൊ സുബിയുടെ കാര്യം പറഞ്ഞു. സുബിയെ കുറിച്ചിട്ട് സുബി പറന്ന് നടക്കുന്ന ആളാണ്, ഇങ്ങനെ അത്യാവശ്യം കുറെ ഷോയ്ക്ക് പോകുന്ന ആളാന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തില് എന്റെ കൂടെ തന്നെ കുറെ ഷോയ്സിന് യൂസഫ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളും യൂസഫ് കണ്ടിട്ടുണ്ട് അല്ലേ? ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളിൽ, സ്റ്റേജ് അനുഭവങ്ങളിൽ യൂസഫിന്റെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു രസകരമായിട്ടുള്ള സ്റ്റേജ് അനുഭവം പറയാമോ? അപ്പൊ ഞാനും സുബിയും കൂടി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായി. ആസ്ട്രേലിയയിൽ സുബി ഒന്ന് പറയും. നമ്മളെല്ലാരും കൂടിയുള്ള ദിലീപേട്ടന്റെ പ്രോഗ്രാം നാഷിക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിൽ ചെന്നിറങ്ങും.
അപ്പോൾ വേറെ രാജ്യത്തേക്കും ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സാധാരണ നമ്മളൊന്നും വായിച്ച് നോക്കാതെ എല്ലാം അങ്ങ് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡ്യൂട്ടൊക്കെ കൊടുക്കും. അവിടെ ചെന്നിറങ്ങി യൂസുഫ്ക്കയുടെ ബാഗ് സ്ക്രീൻ ചെയ്തു. അപ്പോൾ യൂസുഫ്ക്കനെ പിടിച്ച് മാറ്റി നിർത്തി. അപ്പൊ തന്നെ യൂസുഫ്ക്കയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്ന് പഴുത്ത് പൊട്ടാൻ, എനിക്ക് ഇംഗ്ലീഷ് മാഡം മാഡം വാട്ട് എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് കൊടുത്തിട്ട് വാട്ട് ഈസ് ദിസ്, ദിസ് ഈസ് ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതിവിടെ കൊണ്ടുവരാൻ പാടില്ല, അവിടെ ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല, നമ്മുടെ മിസ്റ്റേക്ക്. ഒരു ആപ്പിളിന് വേണ്ടി ഇതിന് മാത്രം അത് ഭയങ്കര ഭീകര പ്രശ്നമായി. ഇപ്പോൾ അവർ വേറെ പോലീസുകാരെയൊക്കെ വിളിച്ച് വേറെ പോലീസുകാർ വരുന്നു, ഇക്കാടെ ചുറ്റും എന്നെ അറസ്റ്റ് ചെയ്ത് നിർത്തി. ഒരു ആപ്പിളിന്റെ ബാഗിൽ, അത് വേറെ ഒന്നുമില്ല, ഒരു ആപ്പിളിന്റെ ബാഗിൽ ഒരു ആപ്പിൾ യാത്രയിലായിട്ട് കഴിക്കാൻ വേണ്ടി ബാഗിൽ ഇട്ടാണ്, എടുക്കാൻ മറന്നുപോയി. അവിടെ ന്യൂസിലാൻഡ് ഫുഡ് ഐറ്റംസ് ഇറക്കാൻ ഐറ്റംസ് ഒന്നും ഇറക്കാൻ പാടില്ല, വലിയ പാടില്ല. ശിക്ഷയാണ്. അതിനെ പിടിച്ചു വെച്ചേക്കുക. ഞാൻ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദിലീപേട്ടനൊക്കെ വന്നിട്ട് എന്താടാ ഈ കാണിച്ച്, നീ എന്തിനാ ആപ്പിൾ കൊണ്ടു? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അറിഞ്ഞില്ല, ബാഗിൽ കിടക്കണ അറിഞ്ഞില്ല. അല്ല ഇങ്ങനെ നോർമൽ ആയിട്ടില്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത് യൂസുഫ്ക്ക. അത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ബാഗ് ഒക്കെ ഇതാക്കി അങ്ങ് പോയി. കൂട്ടില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കണേ. മറ്റുള്ളവരൊക്കെ ബാഗ് എടുത്ത് പോകണേ, ഞാൻ അറസ്റ്റ് ചെയ്തിട്ടേക്കിന് ഇവിടെ ഒരു ആപ്പിളുമായിട്ട്. മിണ്ടാൻ പോലും പറ്റുന്നില്ല വേറെ ആർക്കും. അത് കഴിഞ്ഞ് എന്റെ ബാഗ് വന്നു. എന്റെ ബാഗിൽ നിന്നും ഇരട്ടി പറ്റ പോലെ തന്നെ സെയിം ഒരു ആപ്പിള് പൊങ്ങിയപ്പോ, ആപ്പിള് കണ്ടപ്പോ യൂസുഫ്ക്കയുടെ മുഖം എങ്ങനെയായിരുന്നു? സുബിയുടെ ബാഗിൽ നിന്ന് ആപ്പിൾ കിട്ടിയപ്പോ എനിക്കൊരു കൂട്ടായല്ലോ. എന്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ജയിലിൽ കിടക്കുമ്പോൾ ഒരാളും ഒരു കൂടി കൂട്ട്. പെട്ടുപോയല്ലോ എന്ന് ഞാൻ പിന്നീടാ ഓർത്തത്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു കൂട്ട് വേണം. ഞാൻ സത്യത്തില് നിധി പൊക്കിക്കൊണ്ടുപോകുന്ന പോലെ കഷ്ടം ആപ്പിൾ എടുത്തിട്ട് പോയപ്പോഴേ എനിക്ക് നിധിയായിട്ടാണ് തോന്നിയത്. എനിക്ക് സത്യത്തിൽ ചിരിച്ചുപോയി. യൂസുഫ്ക്ക ഞാനിങ്ങനെ ആപ്പിൾ എടുത്തപ്പോ ഓ പണിയായല്ലോ, എന്റെ മനസ്സിൽ അങ്ങനെയാണ്. സുബിക്ക് അത് വിധിയായി തോന്നിയാ? ഇല്ല, യൂസുഫ്ക്കയുടെ മുഖം കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ല, എനിക്ക് യൂസുഫ്ക്കയ്ക്ക് ഒരു ആശ്വാസമായിട്ട് ഞാൻ ഉണ്ടല്ലോ എന്ന് എനിക്ക് സഹായിക്കുവാണല്ലോ തോന്നുന്നത്. യൂസുഫ്ക്കയുടെ മുഖം ഓക്കെ കൂട്ടായി കൂട്ടായി ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും കൂടി മദാമ്മ കൊണ്ടുപോയിട്ട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ഇത് കൊണ്ട് നിങ്ങൾക്ക് $500 ഫൈൻ, ഒരു ആപ്പിളിന് 3 മാസം തടവ്. ഇതാണ് ഇവിടുത്തെ മിനിമം ശിക്ഷ. ഒരു ആപ്പിളിന് $500. രണ്ട് ആപ്പിളിന് എനിക്ക് ന്യൂസിലാൻഡ് ഷോക്ക് 25,000 രൂപ എനിക്ക് കിട്ടുള്ളൂ. ഫൈൻ 40,000 രൂപ. ഞാൻ പറഞ്ഞ കൊന്നാലും ശരിയാണ്, കൊടുക്കൂല, എൻ്റെ ഇല്ല.